ഇന്നൽ ഹംദലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വസല്ലിം അലൈഹി റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സർവലോകനാഥന് സർവസ്തുതിയും. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കാൻ എല്ലാവരും പരമാവധി ശ്രമിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുന്നു. അല്ലാഹുവിൻ്റെ ഭൂമിയിൽ നിന്ന് നമ്മളൊക്കെ മടങ്ങിപ്പോകുമ്പോൾ മുസ്ലിം അല്ലാത്ത അവസ്ഥയിൽ മടങ്ങിയേക്കാവുന്ന വലിയ അപകടത്തിൽ നിന്ന് എല്ലാവരും ജാഗ്രത പാലിക്കണേ എന്നുകൂടെ ഉണർത്തുന്നു. അല്ലാഹുവിൻ്റെ അപാരമായ കാരുണ്യത്താൽ റമദാൻ മാസത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ നിർവഹിക്കുന്ന പ്രാർത്ഥനകളിലെ ഏറ്റവും ധൈര്യമുള്ള പ്രാർത്ഥന റമദാൻ തുടങ്ങുന്നതിൻ്റെ 2 മാസം മുമ്പ് നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു: രജബിലും ശഅബാനിലും എന്നോടൽപ്പം കാരുണ്യം കാണിക്കണം. ആ കാരുണ്യം റമദാനിലേക്ക് എൻ്റെ ആയുസ്സിനെ വലിച്ചു നീട്ടി റമദാൻ തീർന്നതിന് ശേഷം 30-ാം നാൾ 30-ാമത്തെ നോമ്പ് പൂർത്തീകരിച്ചതിന് ശേഷം എന്നെ തിരിച്ചു വിളിച്ചാലും എനിക്ക് യാതൊരു നഷ്ടവും വരാനില്ല. എനിക്കായുസ് ഇത്രയൊക്കെ മതിയാകും. എന്നാൽ ഈ വർഷത്തെ റമദാനിനെ കൂടെ എനിക്ക് കിട്ടണം എന്ന് വാശി പിടിച്ചതിൻ്റെ, അല്ലെങ്കിൽ അല്ലാഹുവിൽ നിന്ന് നമ്മളൊക്കെ ഇരന്നു വാങ്ങിയതാണ് ഈ ആയുസ്. അതുകൊണ്ടാണ് റമദാനിലൂടെ കടന്നു പോകുവാൻ നമുക്കൊക്കെ സാധിക്കുന്നത് എന്ന് നാം ഓർക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ സാധാരണ മാസങ്ങൾക്കില്ലാത്ത വേഗത ഞാനും നിങ്ങളും അനുഭവിച്ചറിയുന്നുണ്ട്. എല്ലാ ദിവസവും ഓരോ നോമ്പ് തുറക്കുമ്പോഴും വിശ്വാസികളുടെ ആദ്യത്തെ കമൻറ്റ് എന്തൊരു വേഗതയാണ് ഈ മാസത്തിന് എന്നതാണ്. അതെ, മനുഷ്യ ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾക്ക് വേഗത കൂടുതലാണ്. നമുക്കറിയാം, ഈ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചവർക്ക് തൊട്ടു മുമ്പ് നടക്കുന്ന റമദാൻ, അതിൻ്റെ ആഴം വളരെ വലിയതാണ്. നമുക്ക് ഈ റമദാൻ മാസം വളരെ പ്രിയപ്പെട്ടതാണ്. സ്വർഗം അല്ലാഹുവിൽ നിന്ന് എഴുതി വാങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ റമദാനോടുകൂടെ ആ സ്വർഗം ഒന്നുകൂടെ ഉറപ്പിച്ചിട്ട് വേണം ഇവിടുന്ന് യാത്രയാവാൻ. നമുക്കറിയാവുന്നതുപോലെ റമദാൻ മാസത്തിന് 3 പത്തുകളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ആ 3 പത്തുകളിൽ ആദ്യത്തെ 10 അനുഗ്രഹത്തിൻ്റെതാണ്. ആ അനുഗ്രഹത്തിൻ്റെ 10 തീരാൻ പോവാണ്. അതിലെ പ്രാർത്ഥനകൾ നമുക്കറിയാം. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ. കരുണക്കടലായ നാഥ, എന്നോട് കരുണ കാണിക്കണേ, എന്നോട് കരുണ കാണിക്കണേ എന്ന് ഊണിലും ഉറക്കിലും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴുമൊക്കെ വിശ്വാസികൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്ത് കാരുണ്യമാണ് വേണ്ടതെന്ന് റബ്ബിനോട് പറയുന്നില്ല. എൻ്റെയും നിങ്ങളുടെയും ആഗ്രഹം തീർന്നിട്ടല്ല, ആവശ്യങ്ങൾ തീർന്നിട്ടില്ല, ഇനിയും കിട്ടാത്തതായി ഒരുപാടുണ്ട്. എന്നിട്ടും റബ്ബിനോടൊന്നും പറയാതെ കരുണത എന്ന് അല്ലാഹുവിനോട് നിരന്തരം പറയുമ്പോൾ പടച്ച തമ്പുരാൻ 11-ാമത്തെ ദിവസം ഓരോ വിശ്വാസിയുടെയും അടുത്ത് വന്ന് ചോദിക്കും: എടോ, എത്ര ദിവസമായി നീ എന്നോട് കാരുണ്യത്തിന് കേഴുകയാണ്? എന്ത് കാരുണ്യമാണ് നിനക്ക് വേണ്ടത്? എന്തും തരാൻ ഞാൻ തയ്യാറാണ്. എല്ലാം സമ്മാനപ്പൊതികളായി ഞാൻ വെച്ചിട്ടുണ്ട്. എന്താണ് നിനക്ക് വേണ്ടതെന്ന് നീ ഒന്ന് പറ എന്ന് പറയുമ്പോൾ 11-ാമത്തെ ദിവസം വിശ്വാസികൾ കാണിക്കുന്നൊരത്ഭുതമുണ്ട്. ഈ വിശ്വാസികളുടെ കാര്യം എൻ്റെ ഒരു അത്ഭുതമാണ്. 10 ദിവസം നിരന്തരം അല്ലാഹുവിനോട് കരുണ ചോദിച്ചപ്പോൾ പടച്ചവൻ അടുത്തു വന്ന് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് അവൻ്റെ അടിമയോട് ചോദിച്ചപ്പോൾ ആ അടിമ കാണിക്കുന്ന അത്ഭുതം: എനിക്കൊന്നും വേണ്ടട്ടോ, എനിക്ക് വേണ്ടത് എൻ്റെ പാപം പൊറുത്തു നൽകണം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ, എൻ്റെ പാപം എനിക്ക് പുറത്തു തന്നാൽ മതി, അതിനപ്പുറം ഇനി എനിക്കൊന്നും വേണ്ടതില്ല എന്ന്. പിന്നീട് നമുക്ക് തൊട്ട 10 ദിവസങ്ങളിൽ, അടുത്ത 10 ദിവസങ്ങളിൽ റബ്ബിനോട്, അല്ലാഹുവിനോട് മഗ്ഫിറത്താണ് ചോദിക്കാനുള്ളത്.
ആ പ്രാർത്ഥനകളിൽ ഏറ്റവും ബലമുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. 3 ഭാഗമാണ് ആ പ്രാർത്ഥനക്കുള്ളത്. ഇന്നക അഫ്വുൻ, നീ പൊറുക്കുന്നവനാ, എന്നോട് പൊറുക്കാൻ നിനക്കേ പറ്റൂ എന്ന. ഞാനൊരു തെറ്റ് ചെയ്താൽ എൻ്റെ ഇണയോ എൻ്റെ മക്കളോ നാട്ടുകാരോ സുഹൃത്തുക്കളോ ആരും എന്നോട് ക്ഷമിക്കാതിരിക്കെ എന്നെ ഞാനായി അംഗീകരിക്കാൻ, എൻ്റെ എല്ലാ പാപവും ഉള്ളതോടൊപ്പം എന്നെ ഞാനായി അംഗീകരിക്കാൻ എനിക്ക് നീയേ ഉള്ളൂ. തുഹിബ്ബുൽ അഫ്വ, നിനക്കേറ്റവും ഇഷ്ടപ്പെട്ടതും ഇത് തന്നെയല്ലേ? യുവർ ഫേവറേറ്റ്, നിനക്കേറ്റവും ഇഷ്ടമുള്ളതും ഈ വിശ്വാസികളോട്, പാപിയായ മനുഷ്യനോട് പൊറുക്കലല്ലേ നിനക്കേറ്റവും പ്രിയപ്പെട്ടതും. അതുകൊണ്ട് ഫഅഫു അന്നി, എന്നോടെന്താ നിനക്ക് പൊറുത്തൂടെ എന്ന്. അതിമനോഹരമായ പ്രാർത്ഥന. ഈ പ്രാർത്ഥന 2-ാമത്തെ 10-ൽ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ 3-ാമത്തെ 10-ൽ അഥവാ 21-ാമത്തെ ദിവസം റബ്ബ് ഓരോ അടിമയോടും അടുത്ത് വന്ന് ചോദിക്കും, അഫർതു ലക യാ ഇബാദ്, പൊറുത്തിട്ടുണ്ടോ? കുറേ ദിവസമായി കാരുണ്യം ചോദിച്ചു, കാരുണ്യം എന്ത് വേണമെന്ന് ചോദിച്ച് നിന്റെ അടുത്ത് വന്നപ്പോൾ എനിക്കൊന്നും വേണ്ടട്ടോ, എൻ്റെ പാപം പൊറുത്ത് തന്നാൽ മതി എന്ന് നീ പറഞ്ഞ് നിരന്തരം പാപമോചന പ്രാർത്ഥന നീ ചെയ്തതിൻ്റെ പേരിൽ എല്ലാ പാപവും പൊറുത്തിട്ടുണ്ട്. ഇനിയെങ്കിലും നിനക്കൊന്ന് പറഞ്ഞുകൂടെ? എന്താണ് നിനക്ക് വേണ്ടതെന്ന് ഇനിയെങ്കിലും നീ റബ്ബിനോട് പങ്കുവെക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് 3-ാമത്തെ 10-ൽ വിശ്വാസികൾ പറയുന്നത്, എന്നാ പിന്നെ എനിക്കിത് തന്നെ കിട്ടണം, എനിക്കിത് തന്നെ കിട്ടണം. അത് ചെറുതല്ല, അത് ചെറുതല്ല. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ, മനുഷ്യൻ്റെ ആത്മാവും ശരീരവും കത്തിച്ചാമ്പലാക്കാൻ നാക്ക് നീട്ടി നിൽക്കുന്ന അവളില്ലേ, ആ നരകത്തോട് പറഞ്ഞേക്ക് എന്നെ തൊടല്ലേ എന്ന്. ഈ പാപിയായ മനുഷ്യൻ്റെ, ഇന്നാലിൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും മകനായ എൻ്റെ ദേഹത്ത് അവൾ തൊടല്ലേ എന്ന് അവളോട് പറയണം, അവൾക്ക് ഹറാമാക്കണം. പിന്നെയോ, പിന്നെ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അതെ സ്വർഗത്തിൻ്റെ കാവൽക്കാരനോടൊന്ന് പറഞ്ഞേക്കണം, എന്നെ ചൂണ്ടിയിട്ട് ഈ മനുഷ്യൻ വരാതെ സ്വർഗത്തിൻ്റെ ഗേറ്റ് അടക്കല്ലേ എന്ന്. അതിനകത്തൊന്ന് കയറിക്കൂടി എവിടെയെങ്കിലും ഒന്ന് ജീവിക്കാൻ, ഒന്ന് താമസിക്കാൻ എനിക്ക് ഭാഗ്യം നൽകണേ എന്ന്. അങ്ങനെ ഈ ഓരോ റമളാൻ മാസത്തിലും വിശ്വാസികൾ ഓരോ വർഷത്തിലും റബ്ബിനോട് സ്വർഗം കരാർ വെക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് പോകുന്നതിന് തൊട്ടു മുമ്പുള്ള റമളാനിൽ അല്ലാഹുവും നിങ്ങളും തമ്മിൽ സ്വർഗം ഉറപ്പിച്ചിട്ട് വേണം പോകാൻ. പിന്നെ 2-ാമത്തെ അതിൻ്റെ ഫൈനലായി ഹജ്ജ് തിരിച്ചു വരുമ്പോൾ സ്വർഗം ഉറപ്പിക്കുന്ന വിശ്വാസികളിൽ നിങ്ങളെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ ഖുർആൻ പഠന ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഹജ്ജ് പഠന ക്ലാസ്സിൻ്റെ 11-ാമത്തെ സെഷനിലാണ് നമ്മളുള്ളത്. ബലികർമ്മം എന്തിന് എന്നതാണ് ഇന്ന് നമുക്ക് പറയേണ്ടത്. അത് നന്നായി പറയാൻ എനിക്കും അതേ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്കും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുൽഹജ്ജ് 10-ന് മിനയുടെ താഴ്വരയിൽ വെച്ച് ഓരോ വിശ്വാസിയും റബ്ബിന് ബലികർമ്മം നടത്തണം. എന്തിനാണ് ഈ ബലികർമ്മം എന്നത്, അതിൻ്റെ ചരിത്രവശം നിങ്ങൾക്കറിയാം. ഇറ്റ്സ് എ സിംബോളിക് റീനാക്ട്മെന്റ് ഓഫ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർത്ത സാഹസികത എന്നിലൂടെ വീണ്ടും വീണ്ടും പുനരാവിഷ്കരിക്കണം. ഈ ഭൂമിയെ റബ്ബ് ചുരുട്ടിക്കൂട്ടി ഇല്ലാതാക്കുവോളം, അഥവാ ഖിയാമത്ത് നാളിന് തൊട്ടു മുമ്പുള്ള ഹജ്ജ് വരെ ഈ കർമ്മം നിർവഹിച്ചേ മതിയാകൂ. ഇബ്രാഹിമിൻ്റെ ജീവിതത്തെ പുനരാവിഷ്കരിക്കണം. ഓരോ വിശ്വാസിയും അത് ആവർത്തിക്കണം എന്നതാണ്. നമുക്കറിയാം, ഇങ്ങനെ ബലിയെറുക്കണം, ഹജ്ജിൻ്റെ ഭാഗമാണത്, അതില്ലാതെ ഹജ്ജിൻ്റെ പൂർത്തീകരണം നടക്കില്ല എന്ന് പറയുന്ന ആയത്തുകൾ നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തു സാഫാത്തിലെ 101 മുതൽ 106 വരെയുള്ള ആയത്തുകളാണ്. ഇന്നതൊന്ന് പഠിച്ചു നോക്കണം. 2 ആയത്ത് കൂടെ ചേർത്ത് വെക്കാൻ കഴിയും. അതിനുശേഷമുള്ള 2 ആയത്തുകൾ കൂടെ അതിൻ്റെ ഭാഗമാണ്. ആ ചരിത്രം ഇങ്ങനെയാണ് റബ്ബ് പറയുന്നത്, ഫബശ്ശർനാഹു ബിഉലാമിൻ ഹലീം. അതെ,
ഒരു നല്ല മകനെ കൊണ്ട് പടച്ച തമ്പുരാൻ അല്ലാഹുവിൻ്റെ ഖലീൽ എന്ന് വിളിച്ച ബോസം ഫ്രണ്ട്, ഉറ്റമിത്രം എന്ന് വിളിച്ച ഇബ്രാഹിമിനെ ഞാൻ സന്തോഷ വാർത്ത അറിയിച്ചു, ഈ വാർദ്ധക്യത്തിൽ നിനക്കൊരു പുത്രനെ തരാമെന്ന്. അങ്ങനെ മകനെ കൊടുത്തതിന് ശേഷം അതെ, ഓടിച്ചാടാൻ നടക്കുന്ന പ്രായമായപ്പോൾ എന്ന്. അങ്ങനെ ഒരു പ്രയോഗം എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ആൺകുട്ടികൾ വളർന്ന് അല്ലെങ്കിൽ ഒരു കുട്ടി വളർന്ന് ഓടിച്ചാടി കുസൃതി കാണിക്കുന്ന പ്രായം വരുമ്പോ എന്ന ഒരു പിതാവിന് തൻ്റെ ആൺകുട്ടിയോട് ഓടിച്ചാടി നെഞ്ചത്തേക്ക് കയറി വരുന്ന പ്രായം വരുമ്പോ ഒരിഷ്ടം വരാനുണ്ട്. അതിനേക്കാൾ ആഴമുള്ള ഒരിഷ്ടം ജീവിതത്തിൻ്റെ ഒരു കാലത്തും ഇനി വരാനില്ല. ഒന്നോർത്തു നോക്കുക, ഇബ്രാഹിമിനെ കുറിച്ച്. ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ കഴിഞ്ഞു തീർന്നപ്പോൾ എൻ്റെ ജീവിതത്തിന് പൂർണ്ണതയില്ല റബ്ബേ, പടച്ചവനെ, ഞാൻ തുടങ്ങി വെച്ച നന്മക്ക് തുടർച്ച കിട്ടുവാൻ എനിക്കൊരാൺകുട്ടിയെ തന്നുകൂടെ എന്ന് റബ്ബിനോട് ചോദിച്ചപ്പോൾ അതിനുത്തരം കിട്ടി. ഒരു മകനെ കൊണ്ടുവന്നിട്ട് ആ കുട്ടി ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന പ്രായം വരുമ്പോൾ ഇബ്രാഹിമിൻ്റെ ഒരു രാത്രിയെക്കുറിച്ച് ആലോചിച്ച് നോക്ക്. ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ അടുപ്പിച്ച് കിടത്തുന്ന ഒരു പിതാവിനെ കുറിച്ച്, അപ്പുറത്തേക്ക് വെച്ചിട്ടുള്ള കയ്യിനെ ഇങ്ങനെ പൊക്കിയെടുത്ത് തൻ്റെ നെഞ്ചിലേക്ക് കയറ്റിവെക്കുന്ന ഒരു പിതാവിനെ കുറിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും കാലിങ്ങനെ വെച്ചിരിക്കുന്ന കുഞ്ഞിനെ ചെരിച്ച് കിടത്തി ആ കുഞ്ഞിൻ്റെ കാലിനെ തൻ്റെ വയറിലേക്ക് ചേർത്ത് വെച്ച വീണ്ടും വീണ്ടും നോക്കി കിടക്കുന്ന ഒരു പിതാവിനെ കുറിച്ച് ഓർത്തു നോക്കൂ. ആ വൈകാരികമായ ബന്ധത്തെ പറയാനാണ് പിതാവിനോടൊപ്പം ഓടിച്ചാടി കയ്യും പിടിച്ച് കളിക്കാനായ പ്രായമായപ്പോ, അഥവാ പിതാവും മകനും തമ്മിൽ ഒരിക്കൽ ഒരു മിനിറ്റ് പോലും കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ, വീട്ടിൽ നിന്ന് എങ്ങാനും മറ്റൊരു ദിക്കിലേക്ക് പോകുമ്പോൾ മകനാകുന്ന ചരട് ഇങ്ങോട്ട് പിതാവിനെ ഇങ്ങോട്ട് വാ എന്ന് വലിക്കുന്ന ആ പ്രായമെത്തിയപ്പോ അല്ല പറയാ, ആലയാ പുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നീ അദ്ബഹുക ഫൻലുർ മാദാ തറാ. ആ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് വാപ്പ യാതൊരു പ്രയാസമില്ലാതെ എല്ലാം മടക്കി പിടിച്ച ഇബ്രാഹിമിനൊരു സ്വഭാവമുണ്ട്, തുമഅനീനത്ത്, അടക്കി കിടത്തും. മനസ്സിനെ അടക്കി കിടത്തിയിട്ട് ഇബ്രാഹിം പറയാണ്, എൻ്റെ പൊന്നുമോനെ, നിന്നെ അറുക്കണമെന്ന് രാജകൽപ്പനയുണ്ട്, അഭിപ്രായം പറയാം. എൻ്റെ മകൻ എന്നോട് അഭിപ്രായം പറയണം, ഈ വാപ്പ എന്താണ് ചെയ്യാനുള്ളത് എന്ന്. അറിഞ്ഞുകൊണ്ട് തന്നെയാ ചോദിക്കുന്നത്. നിഷേധിക്കുന്ന ഒരു മകനല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചോദിക്കുന്നത്. കാരണം അതിനെ വളർത്തുന്നത് ഹാജരാണ്. കാലിട്ടടിക്കുന്ന പ്രായത്തിലാണ് മക്കയിൽ ഉപേക്ഷിച്ചു പോകുന്നത്. പിന്നെ ഓടിച്ചാടി നടക്കാൻ പറ്റുന്ന സമയത്താണ് ഇബ്രാഹിം തിരിച്ചെത്തുന്നത്. ഇതിനിടയിൽ വാപ്പയെ കണ്ടിട്ടില്ല. പക്ഷേ ഒരു പ്രവാചകനായ വാപ്പയെക്കുറിച്ച് ഉമ്മ പഠിപ്പിച്ചിട്ടുണ്ട് ആരാണ് പിതാവെന്ന്. ആ പഠനത്തിൽ നിന്നാണ് കുറച്ച് ദിവസങ്ങളായി തിരിച്ചു വന്ന പിതാവ്, ഇത്രയും കാലം നോക്കാതെ ഉപേക്ഷിച്ച പിതാവ് പറയുന്നത് ഞാൻ എന്തിന് കേൾക്കണമെന്ന് ധിക്കരിക്കുന്ന മകനെയല്ല ഹാജറുണ്ടാക്കിയത്. മറിച്ച പിതാവിന് അതേ അനുസരണം പഠിപ്പിച്ച ഹാജറിൻ്റെ മകൻ പറയാം, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്സാബിരീൻ. സതജിദുനി, വാപ്പാക്ക് കാണാം, വാപ്പാക്കൊരു മകനെ കാണാം. ഇൻഷാ അല്ലാ പറയുന്നത് പിന്നെ വേദനിപ്പിക്കുന്ന ഒന്നാണ് നടക്കാൻ പോകുന്നത്. കത്തിയെങ്ങാനും എൻ്റെ ദേഹത്ത് വീഴുമ്പോൾ ചിലപ്പോൾ പെടയലും ധിക്കാരവും ഒക്കെ സംഭവിച്ചിരിക്കാം. ഇൻഷാ അല്ലാ, അല്ല ഉദ്ദേശിച്ചാൽ എന്ന് ക്ലോസ് വെക്കുകയാണ്. മിനസ്സാബിരീൻ, വേദന കടിച്ചമർത്തി മകൻ കിടന്നു തരും എന്ന് പറയാം. എന്നിട്ടോ അങ്ങനെ പിന്നീട് പറയുന്നൊരു വർത്തമാനമുണ്ട്, ഫലമ്മാ അസ്ലമ, രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് കീഴടങ്ങിയപ്പോ, റബ്ബിന് കീഴടങ്ങിയപ്പോ, മുസ്ലിമായപ്പോ. മുസ്ലിം എന്ന് പറയുന്ന ഒരു ജാതിയുടെ പേരല്ല, ഒരു ജീവിതക്രമത്തിൻ്റെ ഭാഗമാണ്, ഒരു മെന്റൽ സെറ്റാണത്, ഒരു മാനസികാവസ്ഥയാണത്. ഫലമ്മ അസ്ലമ,
വാപ്പയും മകനും കൂടെ മത്സരിച്ചപ്പോ ചരിത്രം കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത്, അറുക്കാൻ വേണ്ടി മകനെ കൊണ്ടുപോകുമ്പോ മകൻ മുന്നിലാകും, കുറച്ച് കഴിയുമ്പോൾ വാപ്പ മുന്നിലാകും, കുറച്ച് കഴിയുമ്പോൾ മകൻ മുന്നിലാവും. ആരാര് ജയിക്കും എന്ന് നോക്കാൻ ഈ ബലിയിറക്കുന്ന ആ സ്ഥലത്തേക്ക് അവർ ഓടുകയായിരുന്നു, മത്സരിക്കുകയായിരുന്നു. അതെ, ഫലമ്മ അസ്ലമ, അവർ രണ്ടുപേരും അല്ലാഹുവിന് വഴിപ്പെട്ടപ്പോ പിന്നീട് പറയുന്ന വർത്താനം എന്താണെന്നറിയുമോ? വതല്ലഹു ലിൽ ജബീൻ. അതെ, ജബീൻ എന്ന് പറഞ്ഞാല് ഈ ഫോർഹെഡ് ആണ്, നെറ്റി മണ്ണിൽ കുത്തി, അഥവാ മകന്റെ നെറ്റി മണ്ണിൽ വെത്തി എന്ന് വെച്ചാൽ കമഴ്ത്തി കിടത്തി. എന്തിനാ കമഴ്ത്തി കിടത്തുന്നത്? ഒരു വാപ്പാക്കും കഴിയില്ലട്ടോ, സ്വന്തം മകന്റെ മുഖത്ത് നോക്കി അറുക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കണം മുഖം കാണേണ്ട മുഖം മറച്ചു പിടിക്കാൻ ഇസ്മായിലിന്റെ നെറ്റിയാണ് പാറയിൽ വെക്കുന്നത്, തറയിൽ വെക്കുന്നത്. വതല്ലഹു ലിൽ ജബീൻ. അതെ, അദ്ദേഹത്തിന്റെ നെറ്റിത്തടം മണ്ണിൽ തട്ടിയപ്പോ, അഥവാ അറുക്കുമെന്നുറപ്പ് വന്നപ്പോ, വനാദൈന, ആകാശ ലോകത്തുനിന്ന് വിളി വന്നു, ഇബ്രാഹിം അരുത്, നോ, ചെയ്യരുത്, മനുഷ്യ ബലി പാടില്ല. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, പാടില്ല. ആകാശ ലോകത്ത് നിന്ന് വിളിയുണ്ടായി. ഇന്നും മിനയുടെ താഴ്വരകൾ ഓർമ്മയുണ്ടാകും. ആകാശ ലോകത്ത് നിന്ന് റബ്ബിന്റെ കൽപ്പന, അരുത് ഇബ്രാഹിം, ഖദ് സദ്ദഖത റുയ, അല്ലയോ ഇബ്രാഹിം, സ്വപ്നത്തിലൂടെ ഞാനെന്നും മകനെ അറുക്കണം എന്ന വിധിയുണ്ടായപ്പോ നീ അത് പൂർത്തീകരിച്ചല്ലോ, നീ അത് പൂർത്തീകരിച്ചല്ലോ. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. അതെ, മുഹ്സിനുകളായ മനുഷ്യർക്ക് പരലോകത്ത് പ്രതിഫലം നൽകാൻ ഭൂമിയിൽ ഇങ്ങനെ പരീക്ഷണമുണ്ടാകും. അവർക്ക് ഒരുപാട് കൊടുക്കാൻ ഇങ്ങനെ ഒരു പരീക്ഷണമുണ്ടാകും. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇബ്രാഹിം, ഇതൊരു പരീക്ഷണമായിരുന്നു, ഒരു വലിയ പരീക്ഷണം. ദേ അങ്ങോട്ട് നോക്ക്, ബലി നടക്കണം, പക്ഷെ അത് മനുഷ്യനാവരുത്. വഫദൈന, അല്ലാഹു കോമ്പൻസേറ്റ് ചെയ്തു, മറിച്ചു വെച്ചു. ബിദിബിഹിൻ അലീം, അതിനേക്കാൾ മഹത്തരമായ ഒരു ബലി കൊണ്ട്. മനുഷ്യബലിയേക്കാൾ മഹത്തരം മൃഗബലിയാണ്. അപ്പോഴേക്കും ജിബ്രീൽ അലൈഹിസ്സലാം ഒരാടുമായി വന്നിട്ടുണ്ടായിരുന്നു. ആ ആടിനെ അറുക്കുന്നതിനെയാണ് നമ്മൾ സിംബോളിക്കായി ഇവിടെ നിർവഹിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതൊരു പരീക്ഷണമായിരുന്നു എന്ന് ഇബ്രാഹിം അറിഞ്ഞപ്പോ ആ പിതാവിന്റെ സന്തോഷം അറിയിക്കാനും പറയാനും എഴുതാനും ഈ ഭൂമിയിൽ ആർക്കാണ് സാധിക്കുക? ഇത് പരീക്ഷണമാണ് എന്ന് ഇബ്രാഹിം അറിഞ്ഞപ്പോ ആകാശത്തേക്ക് ഉയർത്തി, കണ്ണുയർത്തി റബ്ബിനോ, അല്ലാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം പറയാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇതൊരു പരീക്ഷണമാണ്. റബ്ബേ, ഇതെന്താണ്? നീയാണ് വലിയവൻ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു. ആ വാപ്പയുടെ സന്തോഷം കണ്ടിട്ട് ഇതെന്റെ വാപ്പാക്കൊരു പരീക്ഷണമായിരുന്നു എന്ന് ദബീഹുല്ല, അല്ലാഹുവിന്റെ മാർഗത്തിലെ ബലി എന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്മായിൽ അലൈഹിസ്സലാം അതിങ്ങോട്ട് കേൾക്കുക. വാപ്പയുടെ തക്ബീർ കേൾക്കുമ്പോ അതിന്റെ തുടർച്ചയിൽ മകൻ പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. മോനും മനസ്സിലാവുകയാണ് ഇതൊരു പരീക്ഷണമാണെന്ന്. എന്നിട്ട് രണ്ടുപേരുടെയും ഒരു കെട്ടിപ്പിടിക്കൽ നമ്മൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? വിജയിച്ചതിൻ്റെ, അല്ലാഹുവിൻ്റെ കൽപ്പന വാപ്പയും മകനും പാലിച്ചതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ ജയിച്ചിരിക്കുന്നു എന്നറിയുമ്പോഴുണ്ടാകുന്ന സന്തോഷം കണ്ട് അപ്പുറത്ത് ആടിനെയും കൊണ്ട് കാത്തിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം അത് പൂർത്തീകരിക്കുകയാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതിമനോഹരമായ പ്രഖ്യാപനം. ആ പ്രഖ്യാപനമാണ് കൂട്ടരെ. ആകാശത്ത് റമളാൻ കഴിഞ്ഞ് അടുത്ത മാസത്തിൻ്റെ
മാസം കണ്ടു എന്നറിയുമ്പോൾ വിശ്വാസികൾ പറയുന്ന തക്ബീറിനൊക്കെ വലിയ ആഴമാണുള്ളത്. അത് വെറുതെയുള്ള ഒരു വർത്തമാനമല്ല, ആഴത്തിലുള്ള ഒരു പ്രഖ്യാപനമാണത്. അതെ, ആ ബലിയാണ് ഞാനും നിങ്ങളും ആവർത്തിക്കുന്നത്. അപ്പോഴോ ആ ബലി, ഇനി അല്ല പറയുന്ന ഒരു വർത്താനുണ്ട്, നിങ്ങൾ ബലിയൊക്കെ അർത്ഥോളയും. ഈ വൈകാരികമായ കഥയുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകും. പക്ഷേ നിങ്ങളിലുള്ള പരീക്ഷണം എന്താണെന്നറിയോ? അഥവാ ഹജ്ജിന് പോകുന്ന ആളുകൾ കൊടുക്കുന്ന ബലിയുടെ അതിൻ്റെ ആഴം അല്ല പറയാ. നിങ്ങൾ അറുത്ത ബലിയുടെ മാംസമോ രക്തമോ റബ്ബിന് വേണ്ട, അതവിടെ എത്തുകയില്ല, അതല്ലാക്കു വേണ്ട. വലാക്കിൻ, പക്ഷേ യനാലുഹു തഖ്വ, റബ്ബിനറിയേണ്ടത് സൂക്ഷ്മതയാണ്. നിങ്ങളുടെ മനസ്സിന്റെ സൂക്ഷ്മത എത്രയുണ്ട് എന്ന് എനിക്കറിയണം. എന്തിൻ്റെ തഖ്വ? തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരുപാട് സ്ഥലത്ത് തഖ്വ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ അർത്ഥമാണ് അതിനുള്ളത്. സാധാരണക്കാരൻ്റെ ഭാഷയിൽ തഖ്വ എന്ന് പറയുമ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കയറുന്ന ഒരു എനർജിയും പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ താനേ കൊഴിഞ്ഞു പോകുന്ന എനർജി എന്താണോ അത് മാത്രമാണ് തഖ്വ. തഖ്വയുടെ ഡൈമെൻഷൻ അറിയണമെങ്കിൽ, അതിൻ്റെ വിശാലത അറിയണമെങ്കിൽ തഖ്വ എന്ന പദം പ്രയോഗിച്ച സന്ദർഭങ്ങളെ ഒന്നടർത്തി നോക്കി വായിച്ചു നോക്കണം. ഇവിടുത്തെ തഖ്വ പറയുന്നത് നോക്കൂ, നിങ്ങൾ നൽകുന്ന ബലിയുടെ രക്തമോ മാംസമോ എനിക്ക് വേണ്ടെന്നും എനിക്കതെത്തേണ്ടതില്ലെന്നും എന്നിലേക്ക് എത്തേണ്ടതും എനിക്കറിയേണ്ടതും നിങ്ങളുടെ തഖ്വയാണ്. എന്ത് തഖ്വ എന്നറിയുമോ? ഇങ്ങനെയൊരു തഖ്വയുണ്ട്. ആ തഖ്വ എന്താ? ഹ്യൂമൻ ഡിസയർ വേഴ്സസ് അല്ലാഹ്സ് വിൽ. അല്ലാഹുവിൻ്റെ വിധിയും മനുഷ്യന്റെ ആഗ്രഹവും തമ്മിൽ സംഘട്ടനങ്ങൾ ഏർപ്പെടുമ്പോൾ ഏതാണ് ജയിക്കുന്നത് എന്ന് എനിക്കറിയണം. ഇതൊരു തഖ്വയാണ്. അതെ, മനുഷ്യന് കുറെ ആഗ്രഹങ്ങളുണ്ട്. മെറ്റീരിയൽ സെൽഫ്, കിട്ടിയാലും തീരാത്ത, വേണം വേണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യന്റെ ഒരു മനസ്സുണ്ട്. എനിക്കും നിങ്ങൾക്കുമൊക്കെ റബ്ബ് അത് വെച്ചിട്ടുണ്ട്. നമ്മൾ അറിയണം, ആഗ്രഹങ്ങളാണ് മനുഷ്യ ജീവിതത്തിൻ്റെ കാതൽ. ആഗ്രഹങ്ങളില്ലെങ്കിൽ മനുഷ്യന് ഭൂമിയിലെ ജീവിതം ഇത്രമേൽ വിരസമായിരിക്കും. ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഭൂമിയിലെ മനുഷ്യ ജീവിതത്തിന് ഇത്രയും ആകർഷണീയതയുള്ളത്. അതിൻ്റെ സുഖം അങ്ങനെയാണ്. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരുള്ള ഭൂമിയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് വട്ടപൂജ്യമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും, അഥവാ ആഗ്രഹങ്ങൾ മനുഷ്യ സഹജമാണ്. മനുഷ്യന്റെ ആർത്തിയും ആഗ്രഹങ്ങളും തീരണമെങ്കിൽ അവൻ മണ്ണോട് ചേരണം. മനുഷ്യന്റെ ഒരാഗ്രഹം എന്ന് പൂർത്തീകരിക്കുന്നുവോ അതേ പോയിന്റിൽ വെച്ച് അടുത്ത ആഗ്രഹം മുളക്കും. ഇങ്ങനെ തന്നെ വേണം. പക്ഷേ ഈ മനുഷ്യന്റെ ആഗ്രഹങ്ങളും അല്ലാഹുവിന്റെ വിധിയും തമ്മിൽ ബാലൻസിങ് വേണം. ദ ബാലൻസ് ബിറ്റ്വീൻ വിൽ ഓഫ് ഹ്യൂമൻ ആൻഡ് ദ വിൽ ഓഫ് അല്ലാഹ്. അല്ലാഹുവിന്റെ തീരുമാനവും നിന്റെ ആഗ്രഹവും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാവണം. നിങ്ങൾ പരിധി ലംഘിക്കരുത്. ആഗ്രഹങ്ങൾ പരിധി ലംഘിക്കുന്നതിലേക്ക് പോകരുത്. ഇങ്ങനെ നമ്മൾ ആലോചിച്ചു നോക്കൂ. മനുഷ്യന്റെ ആഗ്രഹവും അല്ലാഹുവിന്റെ ആഗ്രഹവും തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെടുമ്പോൾ എന്നും ജയിക്കാറുള്ളത് എൻ്റെ ആഗ്രഹമാണ്. ആരാണ് എൻ്റെ ആഗ്രഹത്തെ ജയിപ്പിച്ചത്? അന്നൊരു വെല്ലുവിളി നടന്നിട്ടുണ്ട്. ആ വെല്ലുവിളി ഓർക്കണം. എന്താണ് ആ വെല്ലുവിളി എന്നറിയുമോ? ആകാശ ലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ച് നിർത്തിയിട്ട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോ മാറി നിന്ന ഇബ്ലീസ്, ഞാൻ ചെയ്യില്ലെന്ന്, എനിക്കതിന് കഴിയില്ലെന്ന്, ഇറങ്ങിപ്പോകണമെന്ന് റബ്ബിന്റെ വിധി. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് മനുഷ്യരെ വശത്താക്കാൻ, അവന്റെ പിറകെ കൂടാൻ എനിക്ക് വരന്താ എന്ന് ഇബ്ലീസ് ചോദിച്ചപ്പോ അത് തന്നിരിക്കുന്നുവെന്ന് റബ്ബും. എന്നിട്ട് റബ്ബ് പറയുന്നുണ്ട്, നീ എത്ര സ്വാധീനിച്ചാലും എൻ്റെ യഥാർത്ഥ അടിമകളെ വഴിതെറ്റിക്കാൻ നിനക്കാവില്ലെന്ന് ഞാൻ ചലഞ്ച് ചെയ്യുന്നു.
അപ്പോഴാണ് ഇബ്ലീസ് പറയുന്നത്, നിന്നിലേക്ക് പോകുന്ന മനുഷ്യരെ അവരുടെ ആഗ്രഹങ്ങളുടെ പിറകെ പോയി ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുവരുമെന്ന് ഞാനും ചലഞ്ച് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ മനുഷ്യനെയും ഓരോ ദിവസവും എത്ര തവണയാണ് ആകാശത്തേക്ക് നോക്കി ഇബ്ലീസ് ചലഞ്ച് ചെയ്യുന്നത്. നീയല്ലേ പറഞ്ഞത് തെറ്റിക്കാൻ കഴിയില്ലെന്ന്, ദേ നോക്കൂ ഇന്നാലിന്ന മനുഷ്യനെ ഞാൻ പിന്തിരിപ്പിച്ചിട്ടുണ്ടോ എന്ന്. ഒരു ദിവസം എത്ര തവണയാണ് റബ്ബിനെ നോക്കി നമ്മളെയും ചൂണ്ടി ഇവനെ ഞാൻ വഴിതെറ്റിച്ചിട്ടുണ്ട്, ദേ നോക്കിക്കോ എന്ന് റബ്ബിനെ നോക്കിയിട്ട് ഇബ്ലീസ് പറയുന്നുണ്ട്. ഇല്ല, ഹജ്ജിന് വന്നിരിക്കുന്ന എൻ്റെ ഈ കാര്യത്തിൽ എൻ്റെ ഇഷ്ടം ജയിക്കില്ല, നിന്റെ ഇഷ്ടം ജയിക്കും. ഇവിടെ ഞാൻ ബലിയിറക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങളെയാണ് എന്ന് വെക്കുമ്പോ അത് റബ്ബിലേക്കെത്തും. വലാകിൻ യനാലുഹു തഖ്വ. അതെ, ഹാജിയുടെ ഈ തഖ്വയാണ് അങ്ങോട്ടെത്തേണ്ടത്. എൻ്റെ ആഗ്രഹങ്ങളും നിന്റെ വിധിയും തമ്മിൽ സംഘട്ടനത്തിൽ ഇനി ഏർപ്പെടുമ്പോ എൻ്റെ മരണം വരെയുള്ള ശിഷ്ടജീവിതത്തിൽ ഒരിക്കൽ പോലും നിന്നെ ചലഞ്ച് ചെയ്യാൻ ഇബ്ലീസിനെ ഞാൻ അനുവദിക്കില്ല. ഇവിടം വെച്ച് ഞാൻ അത് ബലി കഴിക്കുന്നു എന്ന താക്കീതും ഉണർത്തലും പ്രോമിസുമാണ് ഈ 10-ാം ദുൽഹജ്ജ് 10-ന് വിശ്വാസികൾ കാണിക്കുന്ന അത്ഭുതം എന്നത്. ഇങ്ങനെ ഒരു ബലിയെറുക്കാൻ നമുക്കൊക്കെ കഴിയണം. നമ്മൾ ജുലൈബീബിന്റെ ചരിത്രം കേട്ടിട്ടുണ്ട്. അത് കേൾക്കാത്തവരായി ആരുമുണ്ടാവില്ല. ആ വാക്കിന്റെ അർത്ഥം തന്നെ, ജുലൈബീബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇങ്ങനെയാ മനുഷ്യൻ ഒരിക്കൽ നോക്കിയാൽ രണ്ടാമതൊരിക്കൽ നോക്കാത്ത അത്രയും വിരൂപമുള്ളയാൾ, കാണാൻ കൊള്ളാത്ത ചെറിയ ഉരുണ്ട മനുഷ്യൻ, ആര് കണ്ടാലും ഒരിക്കൽ പോലും നോക്കാതിരിക്കുകയും കളിയാക്കാൻ തോന്നുകയും ചെയ്യുന്ന ഒരു മനുഷ്യരൂപം. ശരീരത്തിന് സൗന്ദര്യമൊന്നുമില്ല, ശരീരത്തിന് സൗന്ദര്യങ്ങളില്ല എങ്കിലും അന്ന് ജീവിക്കുന്ന ഒരു സാമൂഹിക കാലാവസ്ഥയിൽ തറവാടിന് ഗ്രേഡ് ഉണ്ടെങ്കിൽ മനുഷ്യന്റെ വിരൂപം മറക്കും. എന്നാൽ ജുലൈബീബിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുടുംബം മണ്ണോണാണ്, അറിയില്ല, നോ ട്രൈബൽ കണക്ഷൻസ്, ഒരു ട്രൈബിന്റെയും അംഗമല്ല. എന്നാ പിന്നെ ആ മനുഷ്യന്റെ കഥ പറയാനുണ്ടോ? ജുലൈബീബിനെ കാണുമ്പോഴെല്ലാം ആളുകൾ ചോദിക്കാറുണ്ട്, അല്ല നീ കല്യാണം കഴിക്കുന്നില്ലേ എന്നാ. അതെക്കാലത്തും ഉണ്ടാകും, നമ്മുടെ നാട്ടിലും അങ്ങനെ ഉണ്ടാവൂലേ? ശരീരത്തിന് വിരൂപമുള്ള മനുഷ്യരെ നോക്കിയിട്ട് എന്താടാ കല്യാണം കഴിക്കുന്നില്ലേ എന്ന് മനുഷ്യരൊക്കെ അന്നൊന്നും കളിയാക്കാറുണ്ട്. അപ്പൊ ജുലൈബീബ് ഇങ്ങനെ സങ്കടപ്പെടും. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തിരുത്തി ചോദിക്കാണ്, ജുലൈബീബെ നിനക്ക് ഞാനൊന്ന് കല്യാണം ആലോചിക്കട്ടെ എന്ന്. അപ്പൊ ജുലൈബീബ് പൊട്ടിക്കരയാ, റസൂലേ, നാട്ടുകാർ മുഴുവൻ എന്നെ കളിയാക്കിയപ്പോ എനിക്ക് സങ്കടം വന്നിട്ടില്ല, പക്ഷേ താങ്കളും. അല്ല ജുലൈബീബ്, നിന്നെ കളിയാക്കിയതല്ല, നിനക്ക് പെണ്ണാലോചിച്ച് ഞാൻ പോവുക എന്ന് പറഞ്ഞിട്ട് സമ്പന്നനായ അൻസാരിയായ ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് കയറി ചെന്ന് അവരുടെ സുന്ദരിയായ മകളെ കല്യാണാലോചിക്കുക അല്ലാന്റെ റസൂൽ വന്നിട്ട് പറയാ, ഞാൻ മകൾക്കൊരു കല്യാണാലോചനയുമായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ കുടുംബനാഥൻ സന്തോഷിച്ചു. കാരണം കല്യാണം കൊണ്ടുവരുന്നത് സാധാരണക്കാരനല്ല, അല്ലാന്റെ റസൂലാണ്. സന്തോഷത്തോടെ ചോദിച്ചു, ആരാണയാൾ? വല്ലാത്ത ആകാംക്ഷ. അപ്പോഴാണ് പറയുന്നത്, അത് ജുലൈബീബ്, നാട്ടിൽ പ്രശസ്തനാണ് ജുലൈബീബ്, ആർക്കും കൊള്ളാത്തവൻ, എല്ലാവരും കളിയാക്കുന്ന ഒരാൾ. അത് കേട്ടപ്പോഴേക്കും ആ മനുഷ്യന്റെ മുഖം വികൃതമായി. എന്നിട്ട് അത് മറച്ചു വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, കുട്ടിയുടെ ഉമ്മയോടും ചോദിക്കട്ടെ എന്ന്. കല്യാണം വരുമ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാം തീരുമാനിക്കുന്നത് പെണ്ണിന്റെ ഉമ്മയായിരിക്കും. ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് മാതാവിൻ്റെ അടുത്ത് പറയാ, ഇങ്ങനെയാണ്. അപ്പോഴാണ് പറയുന്നത്, ഈ കൊടും ചതി അല്ലാന്റെ റസൂല് നമ്മളടുത്ത് ചെയ്തല്ലോ. ഇത്രയും കുടുംബത്തിന് സ്റ്റാറ്റസ് ഉള്ള സുന്ദരിയായ സൗന്ദര്യമുള്ള നമ്മുടെ ഈ കുട്ടിക്ക് ജുലൈബീബിനെയാണല്ലോ കല്യാണം ആലോചിച്ചു വന്നത്, എന്താണിത് എന്നവർ പരസ്പരം ഇങ്ങനെ വർത്താനം പറയുമ്പോൾ
ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി പറയാ, ഉള്ളിൽ നിന്ന് പെണ്ണ് പറയാ, വമാക്കാനലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരാണിനും പെണ്ണിനും പറ്റൂല, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഇത് മതി എന്ന് പറഞ്ഞാൽ, അയ്യകൂന ലഹുമുൽ ഹീറ, അവന്റെ സ്വന്തം കാര്യം നടക്കൂല. പിന്നെ അതെ, അല്ല ഒരു കാര്യം തീരുമാനിച്ചാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റൂന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം കാര്യം നടക്കൂല. വിവാഹം സ്വന്തം കാര്യമല്ലേ? അല്ല മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അതെൻ്റെ ഇണയെ തിരഞ്ഞെടുക്കലാണ്, അല്ലേ? ഇണ തിരഞ്ഞെടുക്കാനാണ്. എൻ്റെ അമ്മാനെ എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റൂല, എൻ്റെ വാപ്പാനെ തിരഞ്ഞെടുക്കാൻ പറ്റൂല, എൻ്റെ അനിയനെ ഏട്ടനെ ഒന്നും തിരഞ്ഞെടുക്കാൻ പറ്റൂല. ആകെ മനുഷ്യന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏക ബന്ധം എൻ്റെ ഇണ മാത്രമാണ്. അതൊരു പ്രൈവറ്റ് അല്ലേ എന്നാണ് നമ്മൾ ധരിക്കുക. പക്ഷേ അല്ലാന്റെ റസൂലിന്റെ കാര്യത്തിൽ തീരുമാനിച്ചാൽ എൻ്റെ ആഗ്രഹത്തിന് വിലയില്ല, അതുകൊണ്ട് ഞാൻ തയ്യാറാണ്. അങ്ങനെ ആ കുട്ടി ജുലൈബീബിനെ കല്യാണം കഴിക്കാണ്. ജുലൈബീബ് ഒരു യുദ്ധത്തിൽ ഇങ്ങനെ മരിക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പ് അല്ലാന്റെ റസൂലിനോട് പറയാണ്, അല്ലാന്റെ റസൂലെ, ഞാൻ ചിലപ്പോൾ ഈ യുദ്ധത്തിൽ മരിച്ചേക്കാം, നിങ്ങൾ അല്ലാന്റെ അടുത്ത് ദുആ ചെയ്യണം. നാളെ എനിക്ക് പരലോകത്ത് അല്ലാഹു ഇണകളെ അനുവദിക്കുമ്പോൾ ഈ കുട്ടിയെ തന്നെ മതി എനിക്ക്. പക്ഷേ എനിക്കല്പം സൗന്ദര്യം തരാൻ പറയണം. ഈ നാട്ടിൽ ഞാനും അവളും കൂടെ നടക്കുമ്പോൾ നാട്ടുകാർ സമ്മതിക്കണില്ല, അവർ കളിയാക്കുകയാണ്. നാളെ സ്വർഗത്തിൽ എനിക്കല്പം സൗന്ദര്യം തരാൻ നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ആ യുദ്ധത്തിൽ ആരൊക്കെയാണ് മരിച്ചത് എന്ന് റസൂല് നോക്കാൻ പറഞ്ഞപ്പോൾ കുറേ പേര് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ എണ്ണം പറഞ്ഞപ്പോൾ ജുലൈബീബ് ഉണ്ട്, ജുലൈബീബിനെ തിരയ ജുലൈബീബും മരിച്ചിട്ടുണ്ട് എന്ന് റസൂല് പറയാണ്. ഞാനിത് പറഞ്ഞത് ഇത്രയും വ്യക്തിപരമായ കാര്യത്തിൽ പോലും അല്ലാന്റെ തീരുമാനത്തിന് മുന്നിൽ നമ്മുടെ തന്നിഷ്ടത്തിന് വിലയില്ല എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ നോക്ക്, ജീവിതത്തിൻ്റെ എത്രയെത്ര മേഖലകളിലാണ് എൻ്റെ ഇഷ്ടങ്ങളും അല്ലാന്റെ വിധിയും തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെട്ടപ്പോൾ അല്ലാനെ തോൽപ്പിച്ച് നമ്മൾ ജയിച്ചിട്ടുള്ളത് ഉണ്ട്. ആ സ്വഭാവം എനിക്കും നിങ്ങൾക്കും എവ്രി സിംഗിൾ ഡേ ഓരോ ദിവസത്തിലും നടക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് പറയേണ്ടതായതുകൊണ്ടാണ് ചേർത്ത് വെക്കുന്നത്. നമ്മളൊക്കെ അത്യാവശ്യം സമ്പന്നതയുള്ള വീട്ടിലെ ആൾക്കാരാണ്, ഉറപ്പാ. ഈ സമ്പന്നത ഉണ്ടായത് എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ അറിവ് കൊണ്ടാണ്, എൻ്റെ യോഗ്യത കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഒരു മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടല്ല അവനിലേക്ക് റബ്ബ് അനുഗ്രഹങ്ങൾ ഒഴുക്കുന്നത്, ഉറപ്പാ. ഇതൊക്കെ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ ചിറകിൽ നമ്മളൊക്കെ വന്നു ചേർന്നത് കൊണ്ടാണ്. ഞാനും നിങ്ങളും എത്ര കാലിട്ടടിച്ചാലും ഒരു ഉറുപ്പി പോലും വരൂല. കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു മനുഷ്യൻ അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകുന്നതെങ്കിൽ നമ്മുടെയൊക്കെ വീടിൻ്റെ മുന്നിലൂടെ നടക്കുന്ന റോഡ് പണി എടുക്കുന്ന മനുഷ്യർക്ക് കിട്ടണമായിരുന്നു. ടാറിനോടൊപ്പം ഉരുകിത്തീരുന്നത് ആ മനുഷ്യരുടെ ശരീരമാണ്. പക്ഷേ അവർ രണ്ടട്ടം മുറ്റിക്കാൻ അവർ പാടുപെടുന്നുണ്ട്. എന്നാൽ നമ്മളോ പ്രത്യേകിച്ച് കായികമായ യാതൊരു അധ്വാനം ഇല്ലാതെ ഇങ്ങനെ വരുന്നില്ലേ? ഇതെല്ലാം റബ്ബിൻ്റെ തീരുമാനമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. വിവാഹത്തിൻ്റെ കാര്യത്തിൽ നമ്മളല്ലാനെ തോൽപ്പിക്കുന്നവരാണ്. എങ്ങനെ തോൽപ്പിക്കുക? ഇങ്ങനെ കേട്ടിട്ടില്ലേ? വിവാഹത്തിൻ്റെ സദസ്സുകളിൽ കേട്ട് കേട്ട് മനപ്പാടമായ ഒരു ഹദീസില്ലേ, തുൻകഹുൽ മർഅതു ലിഅർബ. അതെ, പെണ്ണുങ്ങൾ നാട്ടുനടപ്പനുസരിച്ച് കല്യാണം കഴിക്കാറുള്ളത് 4 കാര്യത്തിലാണ്. ഒന്ന് തറവാട് നോക്കി, നമ്മൾ തറവാട് നോക്കി പോകാറുണ്ട്, മാല് നോക്കി പോകാറുണ്ട്, പണം നോക്കി പോകാറുണ്ട്, ഭംഗി നോക്കി പോകാറുണ്ട്. ഇതൊന്നും നോക്കണ്ടെന്നല്ല, കുഫു വെക്കണം, കോമ്പാറ്റിബിലിറ്റി ഉണ്ടാവണം. പക്ഷേ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടത് ദീനാണ്. ദീൻ മാത്രം നോക്കാതെ തറവാടും ഭംഗിയും ജോലിയും സ്ഥാനവും ഒക്കെ നോക്കിയിട്ടാണ് കല്യാണം നടന്നതെങ്കിൽ ത്വരിപതിയതാക്, ആ ബന്ധം മൂക്കുകുത്തി തുലയട്ടെ. അത് പാടില്ല എന്നാണ് അതിനർത്ഥം. അത് പാടില്ല. പക്ഷേ നമ്മൾ കാണിക്കുന്ന കൂത്താട്ടം എന്തൊക്കെയാണ് നടക്കുന്നത്? ഒരേ സമയം കുറച്ച് സമ്പന്നത കുറഞ്ഞ, തറവാട് കുറഞ്ഞ ഒരു നല്ല മനുഷ്യൻ വന്നാലും, ഇപ്പുറത്ത് ദീനില്ലാത്ത ബാക്കി എല്ലാ സമ്പന്നതയുള്ള ആളുകൾ വന്നാലും
നമ്മൾ എങ്ങനെ ചവിട്ടിപ്പിടിച്ചാലും ഗുണിച്ചും ഹരിച്ചും കൂട്ടിയും കുറച്ചും അവസാനം നമ്മൾ റബ്ബിന്റെ വിധി തെറ്റിക്കും. ദീനൊക്കെ നമുക്ക് പിന്നുണ്ടാക്കാന്നാ പറയാം. പൈസയും സൗന്ദര്യമൊന്നും പിന്നുണ്ടാക്കാൻ പറ്റൂലല്ലോ. പൈസയൊക്കെ പിന്നുണ്ടാക്കാം അല്ലേ, ദീന് പിന്നുണ്ടാക്കാൻ പറ്റൂല. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ ഓരോ ദിവസവും റബ്ബിൻ്റെ ആഗ്രഹവും ഹ്യൂമൻ ഡിസയർ, എൻ്റെ ആഗ്രഹവും തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെടുമ്പോൾ റബ്ബിനെ ജയിപ്പിച്ചു കൊള്ളാം എന്ന കരാറാണ് ഈ പറയുന്ന ബലിയർപ്പിക്കലിലൂടെ ഞാനും നിങ്ങളും പ്രഖ്യാപിക്കുന്നത്. ഓർത്തുകൊള്ളുക, ട്രെയിനിങ്ങിന് വിധേയമാകുക, സെൽഫ് ട്രെയിനിങ്ങിന് വിധേയമാവുക. ഹജ്ജിന് ശേഷമുള്ള ഹജ്ജാനന്തര ജീവിതം നമുക്ക് വളരെ ക്രൂഷ്യലാണ്. ബാക്കിയുള്ള ജീവിതത്തിൽ മുഴുവൻ റബ്ബിനെ ജയിപ്പിച്ചെടുക്കുവാനുള്ള ട്രെയിനിങ്ങിനാണ് പോകുന്നത്. അതിനു മുമ്പ് മനുഷ്യൻ്റെ ഈ ഹ്യൂമൻ ഡിസയർ ഡിറ്റാച്ച് ചെയ്ത് വരണം. നമുക്കൊക്കെ മരിക്കണം. എങ്ങനെയെന്നറിയോ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, കേട്ടിട്ടില്ലേ? മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് വന്നിട്ട് മലക്കുൽ മൗത്ത് പറയാ, പിടിച്ചിറക്കുകയില്ല, വലിച്ചിറക്കുകയില്ല, താനെ ഇറങ്ങി വാ. ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ, തൃപ്തിപ്പെട്ട് പതുക്കെ ഇറങ്ങിക്കോ. എന്നിട്ടോ ഫദ്ഖുലി ഫി ഇബാദി ഫദ്ഖുലി ജന്നതി, അല്ലാഹുവിൻ്റെ അടിമകളിലേക്ക് ചേർത്ത് സ്വർഗത്തിലേക്ക് നമുക്ക് യാത്ര പോകാം എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ വിളിക്കണം മുത്മഇന്ന എന്ന് വിളിക്കണം. ഭൂമിയിൽ നമ്മളിട്ട പേരൊക്കെ മാറി നമ്മുടെ ആത്മാവിനെ വിളിക്കണം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അടങ്ങിക്കിടക്കുന്ന ആത്മാവെ ഇങ്ങോട്ട് ഇറങ്ങി വാന്നു. അപ്പൊ അടങ്ങാത്തൊരാത്മാവുണ്ട് എന്നാണ് അർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയേണ്ടായി, നിങ്ങൾ മുറിഞ്ഞു മരിച്ചു പോകരുത്, കഷ്ണമായി മരിച്ചു പോകരുത് എന്ന്. അല്ല റസൂലേ, അങ്ങനെ ഒരു മരണമുണ്ടോ എന്ന് സഹാബത്ത് അന്വേഷിച്ചപ്പോ മുറിഞ്ഞ് എങ്ങനെയാണ് മരിക്കുക എന്ന് ചോദിച്ചപ്പോൾ റസൂല് പറയാ, ഈ മനുഷ്യൻ ഇത്രകാലം ജീവിച്ചിട്ടും വയസ്സനായിട്ടും ഭയങ്കര വയസ്സായിട്ടുണ്ട്, മരിക്കണ അന്നുപോലും ഒരു വടിയുണ്ട്, ആ വടി തേഞ്ഞിട്ടുണ്ട്, ആ വടിയുടെ അടിയിൽ ഒരു ഇരുമ്പ് പിടിപ്പിക്കാൻ പറയുക. ഈ വടിക്കടിയിൽ ഒരു ഇരുമ്പ് പിടിപ്പിക്ക്, എനിക്ക് ഇനിയും നടക്കാൻ കുറച്ചുകൂടെ വേണം. അപ്പോഴും അയാൾ ആഗ്രഹിക്കുകയാണ്. അഥവാ എല്ലാം തീർന്നിരിക്കുന്നു. എന്നിട്ട് ആ മനുഷ്യനോട് ഇറങ്ങി വരാൻ പറയുമ്പോൾ ഇവിടെ നിന്ന് പിടിച്ചിറക്കുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് ആത്മാവ് ഊരിയൊളിക്കും, അവിടെ നിന്ന് പിടിച്ചിറക്കുമ്പോൾ ഇങ്ങോട്ടൊളിക്കും. പറയാൻ പറ്റുമോ? എൻ്റെ വീട് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്, ഒരാഴ്ച കൂടി തന്നാൽ എൻ്റെ വീട്ടിൻ്റെ കുടിയിരിക്കല് അല്ലെങ്കിൽ ഹൗസ് വാമിങ് കഴിഞ്ഞ് വരാമെന്ന് പറയാനൊക്കുമോ? അങ്ങോട്ട് പോകുക, വീടാണ് കാര്യം, ഇതിനേക്കാൾ വലിയ വീട്ടിലല്ലേ കൊണ്ടുപോകണത്. അവിടെ അങ്ങനെ പിടിച്ച് തൂങ്ങിയിരിക്കുക അല്ലേ, ഇങ്ങോട്ട് വരണില്ല, ഡിറ്റാച്ച് ചെയ്ത് ഇങ്ങോട്ട് വരണ്ടേ, ഇറങ്ങുന്നില്ല. പിന്നെ പറയാ, പഠിച്ചവനെ, എനിക്ക് 4 മക്കളാണുള്ളത്, 4 പെൺകുട്ടികളാ, അതിലൊരു കുട്ടിയുടെ കല്യാണം അടുത്തയാഴ്ചയാണുള്ളത്, ഒരാഴ്ച കൂടെ തന്നാൽ അതെനിക്ക് കണ്ടൂടേന്ന് പറയാണ്. ജീവിതത്തിൽ ഇതൊക്കെ നമ്മുടെ കയ്യിലാണോ? എനിക്ക് 2 മക്കളുണ്ട്, അതിലൊരു കുട്ടിക്ക് നേരെ ബുദ്ധി വളർന്നിട്ടില്ല, ഞാനല്ലാതെ വേറൊരാളും ആ കുട്ടിയെ നോക്കാനില്ല, എനിക്കവരെ നോക്കാൻ കുറച്ചു കാലം കൂടെ താന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ ഇവിടെ വിട്ടേച്ച് പോകണം. ഇതൊക്കെ ഹ്യൂമൻ ഡിസയറാണോ? ഹ്യൂമൻ ആഗ്രഹങ്ങളാണ്. എല്ലാത്തിനെയും അതിൻ്റെ പരിധിയിൽ നിർത്താൻ നമുക്ക് സാധിക്കണം. പക്ഷേ ഇത് സാധിക്കാതെ പോകുന്നത് നമ്മുടെ വർഗശത്രു അതുവ്വം മുബീൻ നമ്മുടെ പിറകെയുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന കരാറാണ് ബലികർമ്മത്തിലൂടെ നടക്കേണ്ടത്. അങ്ങനെ പിശാചിന്റെ ചങ്ങലയിൽ നിന്ന് നമുക്ക് തരാമെന്ന സ്വർഗം തട്ടിപ്പറിക്കാൻ നമ്മുടെ ചുറ്റും കറങ്ങി നടക്കുന്ന പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.